ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിപ്ലവം എന്താണ്? സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും വലിയ വിപ്ലവം. എല്ലാവരും അവരുടെ കയ്യിലൊരു മാധ്യമം കൊണ്ട് നടക്കുന്നൊരു എഫക്റ്റാണ്. കാര്യം ചാനൽ തുടങ്ങുന്നവരായാലും ശരി, ഇൻസ്റ്റാഗ്രാം ആയാലോ അല്ലെങ്കിൽ റീൽസ്, ഫേസ്ബുക്കിൽ, ഇങ്ങനെയുള്ള പല പല പ്ലാറ്റ്ഫോമുകളിലൂടെ, ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ്, ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റുകൾ, അത് യുണീക്കായിട്ടുള്ള കണ്ടൻറ്റുകൾ ഓരോരുത്തർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ ചിലതൊക്കെ ഭയങ്കര വൈറാലിറ്റിയിലേക്ക് പോകാറുണ്ട്, ചില കാര്യങ്ങൾ ചിലത് അത്ര ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ തന്നെ വീഡിയോസ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്, ഇപ്പോൾ ചില വീഡിയോസ് വളരെ റീച്ചിലേക്ക് പോകും, ചില വീഡിയോസ് അത്ര റീച്ചിൽ പോകാതിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, അപ്പോൾ ഇതിനൊരു റിസർച്ച് നമ്മൾ വാസ്തുവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടൻറ്റ് സ്റ്റുഡിയോ എങ്ങനെ സെറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ജസ്റ്റ് തോട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറേ ഫൈൻഡിങ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഫൈൻഡിങ്സ് ഞാൻ തന്നെ നമ്മുടെ കയ്യിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പലരോടും പറഞ്ഞു കൊടുത്ത് അവരത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സക്സസ് ആയി തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. കാര്യം അത് പലർക്കും, ഇപ്പോഴത്തെ യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുള്ളായി ആണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോർത്ത് ഫേസ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക, ഈസ്റ്റ് ഫേസ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് രണ്ട് ഫേസിങ് ഡയറക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ഡയറക്ഷനിലും ഫേസ് ചെയ്തിരുന്നാലുള്ള ഗുണങ്ങളെപ്പറ്റി അടുത്തൊരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാം. പക്ഷേ കഴിയുന്നത് നോർത്ത് ഫേസ് ചെയ്തോ ഈസ്റ്റ് ഫേസ് ചെയ്തോ ഇരുന്ന് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടൻറ്റ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾക്കൊരു സ്റ്റുഡിയോ നിങ്ങൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ കറക്റ്റ് കന്നിമൂല ഭാഗത്ത് കുറച്ച് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടാനായിട്ടാണ്. നമ്മുടെ സ്റ്റെബിലിറ്റിയും കുറേ കൂടെയൊക്കെ നമുക്ക് റിട്ടേൺസും, നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസ്, അസറ്റ്, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലും നമ്മൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വേണം സ്റ്റുഡിയോ സെറ്റ് ചെയ്യാനായിട്ട്. കാര്യം ഈ ഹെവി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം വയ്ക്കേണ്ടത് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്. ഇനി നിങ്ങൾക്ക് ഇത് ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടൻറ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഇരുന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടൻറ്റിനൊരു ഫാസ്റ്റ് സ്പ്രെഡിങ് നേച്ചർ ക്രിയേറ്റ് ആകാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാര്യം ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇത്തരം കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ഇതൊരു, ഇനി ഞാൻ വേറൊരു സെക്ഷൻ ഓഫ് ആൾക്കാരെയും പറയും, എഡ്യൂക്കേറ്റേഴ്സ്, അവരാണ് കൂടുതൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ എഡ്യൂക്കേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കണ്ടൻറ്റ്സ് വളരെ ഗുണകരമായിട്ട് വരും. കാര്യം ഈ ഒരു ക്രൈറ്റീരിയയിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച് നോക്ക്, അത് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇത്രയും പറഞ്ഞ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത് മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.